KSRTC ബസ്സുകളുടെ ഉള്ളിലിരിക്കുന്നവർക്ക് ഒരു പേടിയും വേണ്ട, പക്ഷെ പുറത്തിരിക്കുന്നവർ സൂക്ഷിക്കണം. അതായത് റോട്ടിൽ കൂടെ പോകുന്നവർ. ഫോർ എക്സാമ്പിൾ, KSRTCക്ക് ഓവർടേക്ക് ചെയ്യാൻ അറിയത്തില്ല, അവർക്ക് ടേക്ക് ഓവർ ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തുള്ളവരൊക്കെ നല്ല പേടിയിൽ വേണം ജീവിക്കാൻ. കേരളത്തിൽ പൊതുവേ നമ്മൾ നുഴഞ്ഞേറ്റക്കാരെ കാണാറില്ല, കാരണം നമ്മളൊരു അതിർത്തി സംസ്ഥാനമല്ല. പക്ഷേ നമ്മുടെ ട്രാഫിക്കിലേക്ക് ഇറങ്ങിയാൽ മതി, 2 ആനവണ്ടിയുടെ ഇടയിൽ കൂടെ 4 സ്കൂട്ടർ തിങ്ങി പാർക്കി പോകുന്നത്. ശരിക്കും അവർക്കൊക്കെ വേണമെങ്കിൽ ഒരു ഓൺലൈൻ കോഴ്സ് തുടങ്ങാം, എങ്ങനെയാണ് നുഴഞ്ഞു കയറേണ്ടത്, നുഴഞ്ഞു കയറാനുള്ള 101 വഴികൾ എന്നൊക്കെ പറഞ്ഞവർക്ക് വേണമെങ്കിൽ കോഴ്സ് വരെ തുടങ്ങാം. ഈ 2 KSRTC ബസ്സുകൾ നമ്മൾ ഒരിക്കലും കോമ്പറ്റീഷൻ ഇല്ല ചേട്ടാ. എന്ന് വെച്ചാൽ 2 KSRTC ബസ് ഇപ്പം ഇങ്ങനെ നിൽക്കുവാന്ന് വിചാരിക്കുക. 2 ഡ്രൈവർമാർ, ഹലോ ഇന്ന് എത്ര സ്റ്റോപ്പിൽ നിർത്തിയില്ല, 3 എണ്ണം, ടാർഗറ്റ് എത്തിയിട്ടില്ല, ഒന്ന് ഉറങ്ങി നോക്കുക, ചിലപ്പോൾ പറ്റുമായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് KSRTC ബസ്സുകൾ. അതേസമയം നിങ്ങൾ 2 പ്രൈവറ്റ് ബസ്സാണ് ആ സ്ഥലത്ത് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ. കൊടുങ്ങല്ലൂർ ഭരണിയായിരിക്കും അന്ന് അവിടെ നടക്കുന്നത്. നീ 2.5 സെക്കൻഡ് നേരത്തെ പോയല്ലേ, ആ ഷിജിമോൻ ആ ജംഗ്ഷനിലിട്ട് ഞാൻ വെട്ടും. പിന്നെയാണ് മനസ്സിലാവും ഷിജിമോൻ ബസ്സാണ്, ഒരു ഓവർടേക്ക് ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും നമുക്കോ പോലീസിനോ അത് മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജോലി കിട്ടി KSRTCയിലെ കിളിയായിട്ട്. ഞാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കണ്ടക്ടർ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ശമ്പളമോ വേണ്ട, തന്ന ടിക്കറ്റിൻ്റെ ബാക്കി പൈസയെങ്കിലും തന്നാൽ എനിക്കിവിടെ ഇറങ്ങായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കര ഫ്രീക്കനായിരുന്നു എന്ന് തോന്നുന്നു, ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചിട്ട് ഹിറ്റ് ദ ബെൽ ഐക്കൺ ആൻഡ് ഗെറ്റ് ഔട്ട് എന്നാണ് എന്നോട് പറഞ്ഞത്. സോ താങ്ക് യു ഗൈസ്, ദാറ്റ്സ് ബീൻ മൈ ടൈം. താങ്ക് യു.